CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എളമരം കരീം ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാവും കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവുമായിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നതിനുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനെ നിഷേധിച്ചുകൊണ്ട് ചില കോൺഗ്രസ് നേതാക്കൾ വരുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമെന്നാണ് സഹോദരനായ മുരളീധരൻ പറഞ്ഞത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ഇന്നലെ മുതലാണ് ഈ വാർത്ത പുറത്തു വന്നത്. പത്മജ BJP ചേരാൻ പോകുന്നു. അവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ഏതോ ഒരു ചാനലിലൂടെ. തൃശ്ശൂരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരെ കോൺഗ്രസ്സുകാരാണ് തോൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു. കോൺഗ്രസ്സുകാർ BJPയിലേക്ക് ചേക്കേറുന്നത് ഒരു പുതിയ കാര്യമല്ല, ഒരു തുടർ പ്രക്രിയ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടക്കേ ഇന്ത്യയിലെ ചില MP-മാരും ഉത്തരവാദപ്പെട്ടവരും BJP ചേർന്നു. ഇനിയും ചേരാൻ കാത്തിരിക്കുന്നവരുണ്ട്. കമൽനാഥ് ഏതാണ്ട് BJP ആഫീസ് വരെ പോയി തിരിച്ചു വന്നിരിക്കുക. എന്താണ് അയാളെ മാറ്റം വരുത്തിയെന്ന് എനിക്കറിയില്ല. ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടില്ലെങ്കിൽ ഇതാ സംഭവിക്കുക. അവസരവാദ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം. അത് കിട്ടാതെ വരുമ്പോൾ കിട്ടുന്നിടത്തേക്ക് പോവുക. ഹിമാചൽ പ്രദേശിൽ 6 MLA-മാർ കൂറുമാറി മനു അഭിഷേക് സിംഗ്വിയെ തോൽപ്പിച്ചു. മനു ഏറ്റവും പ്രമുഖനായ നേതാവാണ്, സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ. അദ്ദേഹത്തെയൊക്കെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരതയാണ്. ഇന്ന് ലോകസഭയിലുള്ള BJP MP-മാരിൽ 2/3 പഴയ കോൺഗ്രസ്സുകാരാണ്. ആസാം മുഖ്യമന്ത്രി പഴയ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ബ്രിഗേഡ് പട്ടാളായിരുന്നു. ഇപ്പോഴത്തെ ത്രിപുര മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ്സുകാരനാണ്. എന്താണ് ആ പാർട്ടിയെക്കുറിച്ച് പറയാൻ പറ്റുക? അവർ പാർലമെൻറ്റിൽ BJPക്കെതിരെ സംസാരിക്കാറില്ല. രാഷ്ട്രീയ പ്രസംഗം നടത്തുക എന്ന് പറയുമ്പോഴും നിർണായകമായ RSS അജണ്ടകൾ വരുമ്പോൾ അവർ മാറിക്കളയും. ഈ പ്രധാനപ്പെട്ട കാരണമായി ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് അവരുടെ ഒരു പരാജയം, അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉൾപ്പോര് ചരടുവലേക്ക് നടന്നു. ആ രീതിയിലുള്ള പരാജയത്തിന് കാരണമായി. രണ്ടാമത്തത് അവർക്ക് പിന്നീട് രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ രീതിയിലൊരു പരിഗണന ഒന്നും തന്നെ കോൺഗ്രസിന് ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുമ്പോൾ അധികാരത്തിന് വേണ്ടി മാത്രം ഒതുങ്ങിപ്പോകുന്ന നിലയിലേക്ക് ഇത്തരം നേതാക്കൾ മാറിപ്പോകുന്നു എന്നൊരു വിമർശനം ഒരു ഭാഗത്തുണ്ട്. തീർച്ചയായും ഇതെല്ലാം കുടുംബ പാരമ്പര്യം അനുസരിച്ച് വീതിച്ചു കൊടുക്കാനുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ തോൽക്കലും ജയിക്കലും ഒക്കെ സാധാരണയാണ്. മുരളീധരൻ തോറ്റിട്ടില്ലേ വടക്കാഞ്ചേരി മത്സരിച്ചപ്പോൾ? പ്രശ്നം അതല്ല, രാഷ്ട്രീയ അവസരവാദമാണ്. AK ആൻ്റണിയുടെ മകൻ BJP ചേർന്നു. AK ആൻ്റണി നാട്ടിലെല്ലാം ഇറങ്ങി കോൺഗ്രസ്സിന് വോട്ട് പിടിക്കുമ്പോൾ സ്വന്തം വീട്ടിലെ വോട്ട് BJPക്കാണ്. ഇത് ഒരു വലിയ അധപതനമാണ്, രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഇവരൊക്കെ എന്തിനാണ് ഈ അവസരവാദത്തിലേക്ക് പോകുന്നത് എന്നതും ദുരൂഹമാണ്. പലർക്കും ഉള്ള ഒരു സംശയം, നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി മക്കളെ ബലി കൊടുക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ കാണട്ടെ. ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ആ നിലയിലുള്ളൊരു തിരിച്ചടി ഇത്തരം നീക്കങ്ങളിലൂടെ ഉണ്ടാകുമെന്നൊരു ആശങ്കയും കോൺഗ്രസിനുണ്ട്. കാരണം ഈ സുധാകരനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും തുടർച്ചയായി ഇവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അതെ, വാർത്തകളിൽ വരുന്നത് അങ്ങനെയാണ്. നേതാക്കന്മാർ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, അവർ ഒഴിഞ്ഞു മാറി. ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇനിയും ആരെങ്കിലും ഉണ്ടാകും എന്നാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ നിരാശരാകാൻ പോകുന്ന കുറച്ചാളുണ്ട്. അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏത് അവസരവാദിയെയും കൂട്ടുപിടിക്കുക എന്നതിലേക്ക് BJP അധപതിച്ചിരിക്കുക. അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പഴയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, അതുപോലെ പഴയ കോൺഗ്രസ് ആയിരുന്നവർ, ഇത് BJPയുടെയും അധപതനം. ഇവിടെ ഒരു സീറ്റും അവർക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളെ പിടിച്ചു നിർത്തുക എന്ന തലത്തിലേക്ക് അവരും മാറിയിരിക്കുന്നു. മാത്രമല്ല, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഉറച്ച നിലപാട് വേണം. ഒന്ന്, സാമ്പത്തിക നയം, ഉദാരവൽക്കരണം. എന്താണ് കോൺഗ്രസും BJPക്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? ഒരേ നിലപാടാണ് കോൺഗ്രസ്സായി തുടങ്ങി വെച്ച്. ഞങ്ങളാണ് ഇതിനേക്കാൾ നന്നായി ഉദാരവൽക്കരണം നടപ്പാക്കിയെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുക. വർഗീയതയും വർഗീയ കലാപവും കോൺഗ്രസിനകത്ത് വല്ല കുറവുണ്ടോ? ഉദാഹരണത്തിന് ആസാമിലെ നെല്ലി കൂട്ടക്കൊല, 4000-ഓളം മുസ്ലിങ്ങളെയാണ് കൊലപ്പെടുത്തിയത്. അന്ന് കോൺഗ്രസ് ഭരിച്ച്. ബോംബെ കലാപം, ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്. എന്നാലും കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നില്ല. ബാബറി മസ്ജിദ് കേസിൽ ഞങ്ങളാണ് ആ ക്ഷേത്രം ഉണ്ടാക്കാൻ നിലപാടെടുത്തത് എന്നല്ലേ കോൺഗ്രസ് പറയുന്നത്. രാജീവ് ഗാന്ധിയാണ് ഇതിന് ഉത്തരവാദി. 89 ശിലാസ്ഥാപനത്തിന് അനുവാദം കൊടുത്തത്. അത് ശരിയാണ്. ആ കേസിൽ നിന്ന് കപിൽ സിബലിനെ പിൻവലിച്ചത് കോൺഗ്രസ് അല്ലേ?
കേസിൽ വാദിക്കാൻ പാടില്ല, മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞ് കോൺഗ്രസ് പിൻവലിച്ചതാണ്. ഈ മാതിരി വഞ്ചനയൊക്കെ കാണിക്കുന്ന കോൺഗ്രസ്സിലെ നേതാക്കന്മാർ ഇങ്ങനെ പെരുമാറുന്നൊരു അത്ഭുതമല്ല. തീർച്ചയായും അത് തന്നെയാണ് വലിയൊരു അവസരവാദത്തിൻ്റെ രാഷ്ട്രീയ അധപതനത്തിൻ്റെ ഉദാഹരണമാണ് പത്മജ വേണുഗോപാലിൻ്റെ ആ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എളമരം കരീം ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TV യോട് പ്രതികരിക്കുന്നത്. മുബഷിർ പി. അക്ബർ, കോഴിക്കോട്.